ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഇന്നാണെങ്കിൽ പ്രചരണം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ ഇന്ന് ഒരു വളരെ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു റോഡ് ഷോയാണ് നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് യൂസഫ് പത്താനും ആ റോഡ് ഷോയിൽ തുടർന്ന് നടന്ന സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വളരെ ആവേശകരമായ ഒരു റോഡ് ഷോയാണ് വയനാട്ടിൽ നടത്തിയത്. ഇതിലൊക്കെ നല്ല ജനപങ്കാളിത്തവുമുണ്ട്. മുഖ്യമന്ത്രിയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുകയാണ്. എല്ലാ മുന്നണിക്കും LDF-നും UDF-നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രധാനിയായ അൻവറിനും വളരെ ജനപങ്കാളിത്തത്തോടെ കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും ജനപങ്കാളിത്തം ഇത് വോട്ടായി മാറേണ്ടതിന്റെ ആവശ്യകതയ, അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം LDF നടത്തുന്ന എല്ലാവിധ പരിപാടികളിലും നല്ല ജനപങ്കാളിത്തമുണ്ട്. UDF നടത്തുന്ന എല്ലാവിധ പരിപാടികളിലും നല്ല ജനപങ്കാളിത്തമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ നടത്തുന്ന പരിപാടികളിലും നല്ല പൊതുജനപങ്കാളിത്തം തന്നെയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താവുകയാണ്. കാരണം LDF ആണോ UDF ആണോ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ പ്രധാനിയായ അൻവറാണോ ഇനി മുന്നേറുക എന്നത്. കാരണം മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്, ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ളത്. ഇത്രയും ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും തുടരുമ്പോഴും ജനപങ്കാളിത്തത്തോടെ ഇത്രയും വലിയ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് ഒരു പ്രാധാന്യമേറിയ വിഷയമാണ്. പ്രചരണത്തിനായി മറ്റു ജില്ലകളിൽ നിന്നും മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെയൊന്നും ഇത് മണ്ഡലത്തിലുള്ള ജനങ്ങൾ തന്നെയാണ് കൂടുതലും ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. പൊതുയോഗങ്ങളിലെ ജനപങ്കാളിത്തത്തെ കുറിച്ച് നമുക്ക് അങ്ങനെയൊക്കെ വിലയിരുത്താം. മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്നവരൊക്കെയാണ്. റോഡ് ഷോ അതുപോലെയല്ല. റോഡ് ഷോ സാധാരണ ആ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത് എന്നാണ് കൂടുതലായും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനപങ്കാളിത്തം കൊണ്ട് ഇരു മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും നല്ല മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഇലക്ഷനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിലയിരുത്തൽ ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് നടത്തുവാനേ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ മണ്ഡലത്തിന്റെ ഒക്കെ വിശദമായ നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോകളിലും സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നതിൽ വലിയ കാര്യമില്ല. നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ജനപങ്കാളിത്തത്തോടെ മുന്നേറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് LDF-ഉം UDF-ഉം അതിനൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ പ്രധാനിയായ അൻവറും ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു വിലയിരുത്തലിലേക്ക് നമുക്ക് കടക്കാൻ സാധ്യമല്ലാതാവുന്നതും. തീർച്ചയായും അൻവർ പിടിക്കുന്ന, ഇതിന്റെ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഇതിൽ പ്രധാനം. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിക്കാണോ ആ വോട്ട് കുറയുന്നത് എന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു വിലയിരുത്തൽ സാധ്യമല്ലാതായി വന്നിരിക്കുന്നത്. തീർച്ചയായും നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDF-നും UDF-നും വിജയപ്രതീക്ഷ തന്നെയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിനും വിജയപ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഒരു മുന്നേറ്റം ഇവിടെ സാധ്യമാകുകയാണെങ്കിൽ PV അൻവറിന്റെ വിജയത്തിലൂടെ നമ്മുടെ PC ജോർജിന്റെ വിജയത്തിന് സമാനമായ ഒരു സംഭവം ആവർത്തിക്കുകയാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടിന്റെ മൂല്യമനുസരിച്ചായിരിക്കും LDF-ന്റെയും UDF-ന്റെയും
ഇനിയുള്ള വിജയം കണക്കുകൂട്ടലുകളിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായും ജനപങ്കാളിത്തം കൊണ്ട് എല്ലാവരും പൂർണ്ണ സജ്ജമാണ്. കാരണം ഈ ജനപങ്കാളിത്തം മറ്റുള്ള ജില്ലകളിൽ നിന്നും മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനപങ്കാളിത്തം എല്ലാവരിലും കൂടുന്നത്. ഇത് വോട്ടായി മാറുക സാധ്യമല്ല. കാരണം ആ മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണല്ലോ അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനപങ്കാളിത്തം ഒരു വലിയ ഇഷ്യൂ ആക്കി കാണേണ്ടതില്ല എന്നാണ് നമുക്ക് വീഡിയോയുടെ അവസാനമായി മാകുമ്പോൾ പറയാനുള്ളത്. ജനപങ്കാളിത്തം ഇപ്പോഴുള്ള ജനപങ്കാളിത്തം അയൽ ജില്ലകളിൽ നിന്നും അയൽ മണ്ഡലങ്ങളിൽ നിന്നും ഒക്കെ കൂടി വരുന്ന ആളുകളാണ്. അതേ സമയത്ത് റോഡ് ഷോയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ആ ഭാഗത്തുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പ്രവചനം ഇപ്പോൾ നടത്തുവാൻ അസാധ്യമായിരിക്കുകയാണ്. തീർച്ചയായും സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ പ്രധാനി PV അൻവറും LDF-ഉം UDF-ഉം നല്ല ജനപങ്കാളിത്തത്തോടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നെങ്കിലും ഇത് ആർക്ക് അനുകൂലമായ വോട്ടാകും എന്ന് ഇപ്പോൾ ഈ അവസാന മണിക്കൂറിലും ഒരു വിലയിരുത്തൽ ഇവിടെ സാധ്യമായിട്ടില്ല. തീർച്ചയായും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഒക്കെ ചില പ്രവചനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിക്കുമായിരിക്കും. അതിന്റെ വോട്ടിന്റെ വരും മണിക്കൂറുകളിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ, വോട്ടിന്റെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ ചില വിലയിരുത്തലുകളൊക്കെ നമുക്ക് ഇനിയും നടത്തുവാൻ സാധ്യമായിരിക്കും. തീർച്ചയായും വരും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേ വിഷയവുമായി തന്നെ വീണ്ടും കണ്ടുമുട്ടാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.